ഇതാണ് ഗ്രാമ്പു. ഈ ഒരു വണ്ണം മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ വണ്ണത്തിലുള്ള ചെറിയ മരമാണ് നമുക്ക് ഇത്രത്തോളം ഗ്രാമ്പു തരുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ നല്ല രീതിയിൽ ഗ്രാമ്പു പറിച്ചതാണ്. അപ്പം അത് നല്ല പറിച്ച് ഉണങ്ങിയെടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചതാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലും കാണിക്കാം. അപ്പം ഇത്രയും വണ്ണേ ഉള്ളൂ. വേണ്ട, എൻ്റെ ഒരു കൈവണ്ണമേ ഉള്ളൂ ശരിക്കും ഈ മരം. അപ്പോൾ ഇതിൻ്റെ മണ്ട നമുക്ക് ഒടിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇതുപോലെ ആ കുഞ്ഞു മരമാണ്. പപ്പ ഇതുപോലെ ഏണി വെച്ച് റബ്ബറെ കയറിയിട്ട് അമ്മ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചായക്കുന്നുണ്ട്. ചായച്ച് പിടിച്ചേക്കുവാണ്. പപ്പ അതിനനുസരിച്ച് പറിച്ചെടുക്കുവാണ്. അപ്പം ഞാൻ പറിച്ചെടുത്തത് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇത് കണ്ടോ, ഇതാണ് ആ പച്ചയ്ക്കുള്ള ഗ്രാമ്പൂ. ഞാൻ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം ഫോട്ടോ. ഇതുപോലെ ഗ്രാമ്പൂവിൻ്റെ പൂവാണ് നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. ആ ചെറിയ മരത്തിൻ്റെ അറ്റത്തെല്ലാം ഇതുപോലെ ഗ്രാമ്പൂ പൂത്ത് നിൽക്കുവാണ്. ഇത് കാടുകളിലൊക്കെ കാണും, പക്ഷേ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഈ ഒരു ചെറിയ ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് നമുക്ക് വെള്ളമൊക്കെ അനത്താൻ പറ്റും കേട്ടോ. അമ്മ ഇവിടെ നിന്ന് വലിച്ചു പിടിച്ചു കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ചിലതൊക്കെ നല്ലതായിട്ട് വിരിഞ്ഞു കേട്ടോ. ആ വിരിഞ്ഞതിന് നമുക്ക് ഗുണമില്ല കണ്ടോ, ചില പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ അവിടെ നിൽക്കുന്നത്. പപ്പ അതുകൊണ്ട് അതിനകത്തുണ്ട്. പപ്പ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ചിലത് വിരിഞ്ഞിട്ടുണ്ട്. ആ വിരിഞ്ഞ പൂ പറിച്ചുകൊണ്ട് വരണേ പപ്പ. അങ്ങനെ പപ്പ തകൃതിയായി പറിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പയുടെ പാണക്കെട്ടിലോട്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതിപ്പോൾ ഇതിൽ ഈ ഒരെണ്ണം നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഈ പൂത്ത് നിൽക്കുന്നത് നമ്മൾ ഉപയോഗിക്കില്ല. കാരണം ഈ പൂവിൻ്റെ മൊട്ടാണ് നമ്മൾ ഗ്രാമ്പുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം പൂത്ത് പോയി. അപ്പം ഇങ്ങനെയുള്ളതൊന്നും ക്വാളിറ്റിയിൽ എടുക്കില്ല. അപ്പോൾ ഈ മൊട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഉണക്കിയെടുക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതേ ഒരു രൂപത്തിലല്ലേ കാണുന്നത്. ഇതല്ല, ദേണ്ട് പപ്പ ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അറ്റത്ത് കണ്ടോ. അതിന്റെ അറ്റത്തുണ്ട്. ഇടയ്ക്ക് ഇടത്ത് കൈ ഇരിക്കുന്നതിന്റെ താഴ്വശത്ത് കണ്ടോ ഗ്രാമ്പു, ഒറിജിനൽ ഗ്രാമ്പു. അങ്ങനെ പപ്പ പാണ്ടക്കെട്ടും എടുത്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, പാണ്ടക്കെട്ടിന്ന് ഞാൻ എടുത്ത് കാണിക്കാം. കുറേ ഇലയൊക്കെ ഉണ്ട് കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഞാൻ ഇതുപോലെ നമ്മൾ പറിച്ചത് മുറത്തിലേക്ക് ഇടുവാണേ. കുറച്ച് ഇലയൊക്കെ കാണും. ഇത്രയാണ് നമ്മൾ പറിച്ചെടുത്തത് കേട്ടോ. കണ്ടോ, ഇതാണ് ഗ്രാമ്പു. ഇത് നമ്മൾ ഉണക്കിയെടുക്കണം. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ആ ഒരു ചെറിയ മരത്തിൽ നിന്ന് കിട്ടിയതാണ്. പപ്പ കയറി കഷ്ടപ്പെട്ട് പറിച്ചതാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഇപ്പം തന്നെ പറഞ്ഞോളൂ. ഉണങ്ങുമ്പം തരുന്നതായിരിക്കും. 100 ഗ്രാമിന് 150 200 ഒക്കെ വെച്ചിട്ടാണ് വില വരുന്നത്. അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റിയാണ്. നമ്മളെ വീട്ടിലുണ്ടായ വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി സാധനം, മരുന്നൊന്നും അടിക്കാത്ത. അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഓരോ ഞെട്ടായിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ പറിച്ച് ആദ്യമൊക്കെ അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ തണ്ടും പൂവും ഒക്കെ വേർതിരിച്ചു. എന്നിട്ട് ഇനി നമ്മളിത് ഇതുപോലുള്ള തണ്ടുകൾ ഇതിനറ്റത്തുണ്ട്, അത് കളഞ്ഞിട്ട് ഈ പൂവുകൾ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളിനി ഉണങ്ങിയെടുക്കുന്നത്. മസാലക്കൂട്ടി കാണുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറല്ലേ. അപ്പോൾ നമ്മളിത് മുറത്തിലിട്ട്, മുറമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ പ്ലാസ്റ്റിക് മുറമല്ല, സാധാ നമ്മുടെ നെയ്ത മുറമാണ്. അപ്പോൾ അതിനകത്തിട്ട് ഈറ വെട്ടി നെയ്ത ചാണകം ഇട്ട് മെഴിഞ്ഞ മുറമാണ്. അപ്പോൾ അതിനകത്തായിട്ട് നമ്മൾ വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പെരപ്പുറത്ത്. അതിനോടൊപ്പം അതിൻ്റെ ഇലയും അതിൻ്റെ ആ തണ്ടും കൂടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണക്കാൻ വെച്ചതെല്ലാം ഫുള്ളി ഉണങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത്രയും ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയത് കണ്ടോ. ഇതാണ് ഉണങ്ങി വരുമ്പോഴുള്ള ലാസ്റ്റ് സ്റ്റേജ്. ഇനിയും കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. അപ്പം നല്ലപോലെ നമ്മൾ വെയിലത്ത് വെച്ചത്. ഈ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയ വിളവെടുപ്പ് കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. കമൻറ്റും രേഖപ്പെടുത്തുക. ബൈ ബൈ.